ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ ചോറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കൈമ റൈസ് അഥവാ ജീരകശാല റൈസാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു മസാല തയ്യാറാക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 4 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 മുതൽ 6 വരെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആക്കിയെടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരും നമ്മൾ അടച്ച് വെക്കുമ്പോൾ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഗരം മസാലയാണ്. നമ്മൾ വേറെ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ ഞാൻ അവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, ചെറുതായി മുറിച്ചത്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, പുതിനയില കൂടുതൽ ഇടണ്ട. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മസാലയും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട റൈസ് ഉണ്ടാക്കണം. ജീരകശാല റൈസ് അഥവാ കൈമ റൈസ് തന്നെയാണ് എടുക്കുന്നത്. ഒരു പാന് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് നമ്മൾ സാധാ നെയ്ച്ചോറാക്കുന്നത് പോലെ നമുക്ക് റൈസ് ആക്കിയെടുക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റിയതിന് ശേഷം ആണ് ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 2 മുതൽ 4 മിനിറ്റ് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അരി. ആവശ്യത്തിനുള്ള ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ചോറ് വേവിച്ചെടുക്കാം. ഏകദേശം 1/4 വേവ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് നമ്മൾ ആക്കി വെച്ച മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി സാവധാനം ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്നൊരു വെറൈറ്റി റൈസ് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.
കുറച്ച് അച്ചാറും പിന്നെ ഉള്ളിയുടെ സാലഡും ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.